അതാണ് നമ്മൾ SS ബിരിയാണി കഴിക്കാൻ വേണ്ടി 700 കിലോമീറ്റർ താണ്ടി ചെന്നൈ പോകുന്ന വിചാരിച്ചു. രാത്രി 8:30 കോഴിക്കോട് നിർത്തി രാവിലെ 8:30 ചെന്നൈയിൽ എത്തുന്ന ചെന്നൈ സൂപ്പർ ഫാസ്റ്റിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. AC കമ്പാർട്ട്മെന്റ് ആണെന്ന് അറിയില്ല, നല്ല വൃത്തിവെടുപ്പുള്ള കോച്ച നമുക്ക് കിട്ടും. വായക്ക് രുചിയിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ഓർഡർ ചെയ്താണ്. തിരൂര്, ഷൊർണൂർ, പാലക്കാട്, കോയമ്പത്തൂർ വഴി നമ്മൾ ചെന്നൈ ആസ്ഥാനമാക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ട്രെയിനിൽ ഏറ്റവും ദൂരം എങ്ങോട്ട് യാത്ര ചെയ്യുന്ന വെച്ചാൽ കമന്റ് ചെയ്തോളൂ. ട്രെയിൻ ഏതായാലും ഇതിന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. 12 മണിക്കൂർ ഓട്ടത്തിന് ശേഷം ഇറങ്ങാനായിട്ട് ഏതോ സ്റ്റേഷനിൽ ആൾക്കാരും വെള്ളം നിറയ്ക്കുന്നു. യാത്രക്കിടക്ക് പല്ലേക്കുന്ന ശീലം ഉണ്ടായത് അതും കഴിഞ്ഞ് കുറച്ചേരും നമുക്ക് നമ്മളിതാ ചെന്നൈയിലെത്തി. ചെന്നൈനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ചെന്നറിയപ്പോൾ ഓട്ടോറിന്റെ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. SS ബിരിയാണി പാർസൽ വാങ്ങിയ ശേഷം ഇത് കഴിച്ചിട്ടാകും ബാക്കിയുള്ള പരിപാടി. ലോക്കൽ സ്പോട്ടുകൾ ഒരുപാടുണ്ട്, പിന്നെ കാണിച്ചു പയക്കം ചെന്ന പള്ളിയും ഹൗദൊക്കെ ഭയങ്കര അതിശയിപ്പിക്കുന്നതന്നെ. ഉള്ള ടൈമിൽ ഇതായി വെള്ള പ്രാവനും ഓടിക്കുന്നത്. ഇതിറ്റിങ്ങൾ പറക്കണ കാണാൻ ഭയങ്കര വൈബനാണല്ലേ. എനിക്ക് തോന്നുന്നത് ചെന്നൈയിലെ എല്ലാ പ്രാവും കൂടെ ഒപ്പരം പോകുന്നതെന്ന്. സംഭവം എന്തായാലും ഇതിറ്റിങ്ങൾക്ക് തിന്നാനും കൊടുക്കുന്നുണ്ട്. ഇവൻ ഇതിറ്റികളെ പഠിപ്പിച്ച പോരാ തോന്നുന്നുണ്ട്. പ്രാവിന് പഠിപ്പിച്ച ക്ഷീണം കാണാൻ വേണ്ടി ചായ കുടിച്ചതിന് ശേഷം ചെന്നൈ സ്ട്രീറ്റ് കാണാൻ വേണ്ടി ഇറങ്ങിയത്. സ്ട്രീറ്റും ഫുഡും ഫുൾ എക്സ്പ്ലോർ ചെയ്തത്. അപ്പോഴാണ് ഈ കട കണ്ടുപെട്ടത്. ഇതാണ് ഇവിടുത്തെ ഗുലാം ജാം. ഈ കാണുന്ന നെയ്യോടെ പോലത്തെ ഒരു സാധനം. രാത്രി തട്ടുകട എടുത്ത് ഓൻ തന്നെ ഇവിടുത്തെ രാജാവ്. ഇത് കണ്ടില്ല, ഒരു ചായ അടിക്കാൻ വേണ്ടി വരിക്കുന്ന ആൾക്കാരതൊക്കെ. സംഗതി കുറച്ച് ഉണ്ടാവുള്ളൂ. ആറ്റി കുറുക്കി ഉണ്ടാക്കുന്ന ഈ ചായക്ക് വേറെ ടേസ്റ്റിനാണ്. കഴിക്കാൻ ഉണ്ണിയപ്പം പോലത്തെ ഒരു സാധനം. ഇതിനൊക്കെ പുറമെ നമ്മൾ ഇവിടുത്തെ കോണും ട്രൈ ചെയ്തായിരുന്നു. ചെന്നൈക്ക് വന്നു വെച്ചിട്ട് കോണിന്റെ ടേസ്റ്റിന് മാറ്റൊന്നുമില്ല. ജസ്റ്റ് ലൈക്ക് എന്റർടൈൻമെന്റ്. സാൻഡ്വിച്ച് എന്ന് പറഞ്ഞിട്ട് ബ്രെഡ് പോയി എന്നിട്ട് എന്നെ പറ്റിച്ച്. ഇതിനൊക്കെ പുറമെ ചെന്നൈയിൽ വന്നിട്ട് സിനിമക്ക് കയറുമ്പോൾ എന്താ മാറ്റം നോക്കാൻ വേണ്ടി കയറിയതാണ്. ടിക്കറ്റ് തകർത്ത് കയറിയപ്പോൾ സിനിമ കാണാൻ കുട്ടികളില്ല. അതന്നെ വലിയ മാറ്റം. ചെന്നൈയിൽ വെയിലുണ്ടായ ഫയർലോയിൽ നിൽക്കാണ്ട് വെളുക്കുന്ന പറഞ്ഞിട്ട് നടത്താൻ പോരാഞ്ഞിട്ട് വണ്ടിമുല ഇറങ്ങി നടക്കുക. മിക്കവാറും ചെന്നിന്റെ ഗുളിക അരിച്ച് തളിച്ച് കൊടുക്കേണ്ടി വരും. ഇതെന്താ പഠിച്ചാൽ മിച്ചറല്ലേ പ്ലേറ്റിലാക്കി വെച്ച് പത്തിരിക്ക് മാവ് കൂട്ടിയപ്പോൾ വെള്ളം ഏറി പോയാന്ന് വിചാരിച്ചു. എന്നാൽ അങ്ങനെയല്ല ചങ്ങന്മാരെ. ഇത് ഇവിടുത്തെ നല്ല സീറ്റ് ആയിട്ടുള്ള സീറ്റാ. ചേര് നോർത്ത് നടക്കണ്ട നോക്കി ചെന്നതെന്നല്ല പറയാം. ഇവിടുത്തെ ജ്യൂസിന്റെ വില കേട്ടിട്ട് ക്യാമറ ലെൻസ് വരെ ബ്ലറായി പോയി. എന്നാലും കിടക്കുന്ന ഒരു മാരക ഐറ്റം. സംഗതി ബില്ല് വന്നപ്പോൾ കണ്ട് മേലക്ക് പോയി. രാത്രി ടൈമിലും ബിരിയാണി കഴിക്കാൻ തിരക്കൊക്കെ നിങ്ങൾ തക്കാളി ചോറിൽ ബിരിയാണി കുത്തിയ ഐറ്റം. ലസിക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേക സെക്ഷൻ ഉണ്ട്. അലങ്കരിച്ച കുതിരവണ്ടി കാണെങ്കിൽ തമിഴ്നാട്ടിൽ തന്നെ വരണം. ഇവിടെ വന്നിട്ട് മറീന ബീച്ച് പോയില്ലെങ്കിൽ എന്ത് കാര്യം. ബീച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന വണ്ടി കണ്ടോ. വൃത്തിന്റെ കാര്യത്തിൽ ഇവർ ഗജാജിനാജാണ് കേട്ടോ. അല്ല അതാരാ ആർക്കറിയാം. മുല്ലപ്പൂ ചൂടിയ ഗോതമ്പിന് കളറുള്ള ചേച്ചിമാരെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം കേട്ടോ. അന്ന് മോനെ കുറെ ആഫ്രിക്കാനില്ല വരുന്നത്. പെരേന്ന് കുളിച്ചിട്ട് വന്നാൽ മതി. ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ നിൽക്കണ്ട. ആളും പാളും കൂടുതലാണെങ്കിലും സംഗതി പീസ്ഫുൾ ആണ്. അതൊക്കെ തട്ടുകട പോയിട്ട് ഓംപ്ലേറ്റ് ഞാൻ കുടിച്ചൊക്കെ വേറെ ലെവലല്ലേ. തരിപ്പുള്ള ഏത് വെള്ളം കണ്ടു വാങ്ങിയിട്ട് പോയി. അടുപ്പങ്കാരിൽ പോയതിനു ശേഷമാണ് ഹോട്ടലിന് മുമ്പ് പോയി. മെനുവിൽ പല ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മളെ ഫേവറേറ്റ് ബിരിയാണിയാണ്. ഒരു തണ്ണിമത്തൻ ജ്യൂസും കുടിച്ച് ഞങ്ങൾ ഇറങ്ങിയത് എങ്ങോട്ടാന്ന് അറിയാം. പുരാതന കാലം മുതൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലം കാണാൻ വേണ്ടി പോകുന്നിരിക്കും. അതിന്റെ പകുതി ഭാഗം വെള്ളത്തിലാന്നൊക്കെ പറഞ്ഞേക്കുന്നത്. പൂർണ്ണമായിട്ടും കൊത്തുകല്ലുകൊണ്ട് പണിപ്പിച്ച സാധനമാട്ടത്. പൂർണ്ണമായിട്ട് ചരിത്രം പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളി. എല്ലാം അറിയുന്ന മട്ടത്തിൽ ഇവിടെ തല്ലും കുലിക്ക് നടക്കും. ഇന്റെ സാധനം നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറൊക്കെ പിടി കിട്ടും. അപ്പൊ എന്നാ ശരി, ബൈ.